അഡ്വക്കേറ്റ് ലാൽ, ഞാൻ താങ്കളിൽ നിന്ന് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു നിരീക്ഷകൻ്റെ സ്ഥാനത്തു നിന്നുള്ള നിരീക്ഷണം അതോടുകൂടി തന്നെ തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഇന്നലെ ആശ്രാമം മൈതാനത്തിൽ CPIM സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ഉപസംഹരിച്ച ആ വാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. വീണ്ടും അദ്ദേഹം ഒരു ജനകീയ യജ്ഞം പോലെ, ഒരു സമരം പോലെ ഈ കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് കേരള ജനതയെ ഔപചാരികമായി ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ കണ്ടത്. ഈ സമ്മേളനം ബാക്കി വയ്ക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള, താങ്കൾ എങ്ങനെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആമുഖവാക്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ലാൽ, നോക്കൂ, ഞാൻ പറയുന്നത് കേൾക്കാമോ? തീർച്ചയായിട്ടും. ഹലോ, കേൾക്കാം. നോക്കൂ, ഏതൊരു സൊസൈറ്റിക്കും, ഞാൻ സൊസൈറ്റി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, സംസ്ഥാനം എന്നുള്ളതിന് അതിനെക്കാട്ടിലും നല്ല വാക്ക് അവിടെ സൊസൈറ്റിയാണെന്ന് തോന്നുന്നു. ഏതൊരു സൊസൈറ്റിക്കും മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ 3-4 ബേസിക് പില്ലേഴ്സ് ഉണ്ട്. ആ ബേസിക് പില്ലേഴ്സിനെ പ്രോപ്പർലി ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യില്ല. ഉദാഹരണം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പില്ലർ, ഇൻഫ്രാസ്ട്രക്ചർ അടുത്തതാണ്, ഹെൽത്ത് സെക്ടർ അടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ 3-4 ആയിട്ടുള്ള ഒരു ബേസിക് പില്ലേഴ്സ് ഉണ്ട്. ഈ ബേസിക് പില്ലേഴ്സിന് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ ആദ്യത്തെ സർക്കാർ വന്ന ശേഷം വലിയ ഫോക്കസ് നൽകി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിപ്പം ഹെൽത്ത് സെക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട VS അച്യുതാനന്ദൻ്റെ സർക്കാർ തന്നെ യഥാർത്ഥത്തിൽ ശ്രീമതി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടിരുന്നു. ഒരു സംശയം, നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏതൊരു സൊസൈറ്റി പ്രോഗ്രസ് ചെയ്യണമെങ്കിലും ഈ പറയുന്ന ആസ്പെക്റ്റ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഈ പറയുന്ന ആസ്പെക്റ്റുകൾ ശരിയായില്ലെങ്കിൽ ഒരിക്കലും നമ്മളുടെ എക്സസൈസ് പ്രോപ്പർ ആകില്ല. അല്ലെങ്കിൽ എക്സസൈസ് ടോട്ടലി ഫ്യൂട്ടൈൽ എക്സസൈസ് ആയിട്ട് മാറും. ആ ഫ്യൂട്ടൈൽ എക്സസൈസ് അല്ലാതെ യഥാർത്ഥത്തിൽ പ്രൊഡക്റ്റീവ് എക്സസൈസ് ആയിട്ട് ഡെവലപ്മെൻറ്റ് മാറണമെങ്കിൽ ഈ മേഖല നന്നാണ്. പിണറായി വിജയൻ നോക്കൂ, കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മളിപ്പം വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഹെൽത്ത് കെയർ സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടർ, ഇതിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ആ ഊന്നൽ കൊടുത്താൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് CPMൻ്റെ നയമായി മാറുന്നു. CPMൻ്റെ ഒരു ബാക്കിംഗ് ഇല്ലാതെ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റില്ല, പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അപ്പം നോക്കൂ, ഒരു വ്യക്തമായ ദിശാസൂചികയോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു പാർട്ടി, അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന ദിശാസൂചിക യഥാർത്ഥത്തിൽ BJPക്ക് ഇല്ല. നോക്കൂ, BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ അവർക്ക് 10 വർഷം കഴിഞ്ഞ് 15ാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോഴും അവർക്ക് ഒരാശയവുമില്ല. അവർ സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ തത്വങ്ങളെ എല്ലാം ലംഘിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട പണം കൊടുക്കാതിരിക്കുന്ന കാര്യമാണ് ചെയ്യുന്നത്, അല്ലേ? ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സിന് അവർ കട്ട് ചെയ്യുകയാണ്, യഥാർത്ഥത്തിൽ റിസോഴ്സ് കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പം നമ്മളെപ്പോലൊരു സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് സ്പെൻഡിങ് നടത്തുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് UDFൻ്റെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ UPAയുടെ കൂട്ടത്തിൽ നിന്ന് രഘുറാം രാജനെ പോലുള്ള ആൾക്കാർ പറയുന്നുണ്ട്. ആ രഘുറാം രാജനെ പോലുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ ഏറ്റവും നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. അങ്ങനെ സ്പെൻഡ് ചെയ്ത കേരള മോഡലുകൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഉപയോഗിക്കണം, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളും ഫോളോ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ആ സംസ്ഥാനത്തിന് ഈ വിഭവങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു വലിയ പ്രശ്നം ഈ രാജ്യത്ത് നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പം നോക്കൂ, അത് ഇപ്പം BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നമാണ്. അത് പക്ഷേ ഇഫക്റ്റീവ്ലി നമുക്ക് ബൈപ്പാസ് ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ ഒരു വലിയൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ കിഫ്ബി പോലുള്ള, ആ കിഫ്ബി നോക്കൂ, ഒരു അടിപൊളി മോഡലായിരുന്നു. പക്ഷേ അപ്പോൾ അവർ ചെയ്തെന്താ, ആ കിഫ്ബിയെയും കൂടെ ഇതിനകത്ത് കടത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസിനെ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇടപെടുമ്പോൾ പോലും നമുക്ക് ഈ പില്ലേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനുള്ള വലിയ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജസ് പൊസിഷൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് അപ്പം ഈ പറയുന്ന ഭരണത്തെക്കുറിച്ച് മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പാർട്ടിയും അല്ലെങ്കിൽ ഒരു സർക്കാരും
മുന്നോട്ട് പോകുന്ന ഒരു പല സർക്കാരുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ദിശാസൂചിക പോലെ ഒരു വലിയ കാര്യം ഈ സംസ്ഥാനത്ത് ചെയ്യുന്നു എന്നാണ് ഞാൻ കാണുന്നത്. അതിന് നമ്മൾ ഭരണത്തിലേക്ക് മാത്രമായി ഒതുക്കി അതിനെ മാറ്റുന്നതിനകത്ത് ഒരു വലിയ ശരികേടുണ്ടെന്നുള്ളതാണ്. സി പി എം ഈ പറയുന്ന കൊല്ലത്തെ സമ്മേളനം കൊണ്ട്, സംസ്ഥാന സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്നത് അടുത്ത ഭരണം പിടിക്കാൻ എന്നുള്ള രീതിയിലേക്ക് മാധ്യമ സൃഷ്ടി അതിനെ ചെറുതാക്കി കാണിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമ സംസ്കാരത്തിൻ്റെ ഒരു ഡീഗ്രേഡഡ് അവസ്ഥ എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒരു സംസ്ഥാനത്ത് ഭരിക്കുന്ന ഒരു പാർട്ടി ഈ പറയുന്ന BJP പോലുള്ള ഒരു ഭരണകക്ഷി അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പാർട്ടി അങ്ങനെ സംസ്ഥാനത്ത് റിസോഴ്സ് കിട്ടാതെ നിൽക്കുമ്പം ഒരു മോഡൽ, ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി മുന്നോട്ട് നീങ്ങുന്നിടത്ത് അത് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് വ്യക്തമായ ഒരു പ്ലാനും പദ്ധതിയോടുകൂടി മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് വേണ്ടി, അതാണ് നവകേരളം എന്നാണ് പറയുന്നത്. അല്ലാതെ അടുത്ത ഗവൺമെന്റിനെ കുറിച്ചോ ഒന്നും അല്ല അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. ഒരു വിഷണറിയായി കാര്യങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരു പാലം ഉണ്ടാക്കുന്നതും റോഡ് ഉണ്ടാക്കുന്നതും അടുത്ത പ്രാവശ്യത്തെ അധികാരം പിടിക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ള ചെറിയ ഒരു ഇന്റർപ്രിട്ടേഷനായി കേരളത്തിൽ കാര്യങ്ങൾ മാറി എന്നുള്ളത് കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. ലാലേ വരാം.